കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്മിഷൻ മോഡ്സ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പറഞ്ഞ് നിർത്തി, അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം അത് സ്റ്റോപ്പ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള OSI മോഡലാണ്. എന്താണ് OSI മോഡൽ എന്നുള്ളതും അതിലെ 7 ലെയർ ആർക്കിടെക്ചറാണ് OSI മോഡൽ എന്ന് പറഞ്ഞാൽ അതിൽ 7 ലെയേഴ്സിൻ്റെയും ഒരു ബ്രീഫ് ഐഡിയ മാത്രമാണ് ഇന്ന് തരുന്നത്. ഈ നെറ്റ്വർക്കിൻ്റെ ബാക്കിയുള്ള 4 വരെയുള്ള മൊഡ്യൂളിലെല്ലാം ഈ OSI മോഡലിലെ ഓരോ ലെയറിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ബാക്കിയുള്ള 2 to 4 വരെയുള്ള 3 മൊഡ്യൂൾ. ഓക്കെ, സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് OSI മോഡലിലെ 7 ലെയറുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സുകളും. ഓക്കെ, അതും ഒരു സർഫസ് ലെവലിൽ മാത്രമുള്ള ഡീപ്പായിട്ട് നിങ്ങൾ ബാക്കിയുള്ള മൊഡ്യൂളിൽ പഠിക്കും. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രമേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് OSI മോഡലും അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സും അതിൻ്റെ ബ്രീഫായിട്ട് ഓരോ ലെയേഴ്സിനെ പറ്റിയും ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം ഓരോ ലെയർ എന്താണെന്നുള്ളതും. ആദ്യം OSI മോഡൽ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം പറയുന്നത്. സോ ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ. OSI സ്റ്റാൻഡ് ഫോർ ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ ആണ്, എക്സ്പാൻഷൻ ആണ്. So it is a reference model that describes how information from software application in one computer moves through a physical medium to the software application in another medium. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മോഡലാണ്, റെഫറൻസ് മോഡലാണ് എന്ത് OSI മോഡൽ. അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്റ്റിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തൊരു സിസ്റ്റത്തിൽ നിന്ന് A എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് B എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഡാറ്റാസ് പോകുന്നത് ത്രൂ ഫിസിക്കൽ മീഡിയം എങ്ങനെ പോകുന്നു എന്നാണ് ഈ OSI മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ OSI കൺസിസ്റ്റ് ഓഫ് 7 ലെയേഴ്സ്. അപ്പം OSI മോഡൽ എന്നാൽ ടോട്ടൽ 7 ലെയേഴ്സ് ആണ്. ആൻഡ് ഈച്ച് ലെയർ പെർഫോം എ പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഫംഗ്ഷൻ. സോ നമ്മൾ ലെയർഡ് ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ അല്ലേ. ലെയർ ആക്കുന്നതിന് നമ്മൾ എന്തിനാണ് വലിയൊരു ടാസ്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ടാസ്കാക്കി മാറ്റുക. അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ 7 ലെയേഴ്സ് ഉണ്ട്. ഓരോ ലെയേഴ്സിനും ഓരോ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസും എന്തിനാണ് ലെയർ ആക്കുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ വീഡിയോ പോയിട്ട് കാണാം. ഓക്കെ, ദെൻ OSI മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ISO അല്ലേ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്. ഇൻ 1984 അത് OSI മോഡലിൽ ഒരു റെഫറൻസ് മോഡൽ ഉണ്ടാക്കിയത്. ആൻഡ് ഇറ്റ്സ് നൗ കൺസിഡേർഡ് ആസ് ദി ആർക്കിടെക്ചറൽ മോഡൽ ഫോർ ഇൻ്റർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ. സോ ഇൻ്റർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ബേസിക് ആർക്കിടെക്ചർ മോഡലായിട്ടാണ് ഇന്നും OSI മോഡലിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷനെ. സോ OSI മോഡൽ ഡിവൈഡ്സ് ദ വേൾഡ് ടാസ്ക് ഇൻ ടു 7 സ്മോൾ ആൻഡ് മാനേജബിൾ ലെയർ. ഈച്ച് ലെയർ അസൈൻഡ് എ പർട്ടിക്കുലർ ടാസ്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 7 ലെയേഴ്സ് അത് പറഞ്ഞു. Each layer is self-contained so that task assigned to each layer can be performed independently. അത് ലെയർ ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ അല്ലേ. ലെയർ ആർക്കിടെക്ചറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന മോഡുലാരിറ്റിയാണ്. ഓരോ ലെയറിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ അത് അപ്ലിക്കബിൾ ആണ് എവിടെയും OSI മോഡലിൽ. കാരണം ഇതൊരു ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിളാണ്. ഓരോ ലെയറും ഇവിടെ എന്താണ്, സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. സോ എന്തെങ്കിലും ടാസ്ക് ഒന്നിനൊരു ലെയറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ലെയേഴ്സ്. സോ അതിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് അതിൻ്റെ അകത്ത് മാത്രം എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് OSI അല്ലെങ്കിൽ ലെയർഡ് മോഡലിൻ്റെ ഒരു പ്രത്യേകതയാണത്. സോ ഇതാണ് ഒരു ബ്രീഫായിട്ടൊരു OSI മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുകയാണ്. അതായത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസ് ഡിവൈസ് ഒരു കമ്പ്യൂട്ടറാണ്, അതുപോലെ ഡിവൈസ് B വേറൊരു കമ്പ്യൂട്ടർ. സോ നമുക്കറിയാം നെറ്റ്വർക്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് അതായത് A-ന്ന് B-ലേക്ക് നേരിട്ട് കണക്ഷൻ ആവുക, അതിൻ്റെ ഇടയ്ക്ക് സം ഡിവൈസസ് ആർ ദർ. ഈ കണക്ഷനെ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിവൈസുകൾ ഉണ്ടാകും. അതാണ് ഇൻ്റർമീഡിയറ്റ് നോഡ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് കമ്പ്യൂട്ടർ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസ് ആവാം. സോ എനിക്ക് A-ന്ന് B-ലേക്ക് ഒരു ഡാറ്റ അയക്കണം അല്ലെങ്കിൽ B-ന്ന് A-ലേക്ക് ഡാറ്റ എടുക്കാം. അതെങ്ങനെ അയക്കും എന്നുള്ളതാണ് ഞാൻ വളരെ ബ്രീഫായിട്ട് OSI മോഡൽ ആർക്കിടെക്ചർ വെച്ചിട്ട് പറയാൻ പോകുന്നത്. തൽക്കാലം A-ന്ന് B-ലേക്ക് എനിക്ക് ഡാറ്റ അയക്കണം. ഇത് നമ്മൾ നേരത്തെ ലെയർ ആർക്കിടെക്ചർ പറഞ്ഞപ്പം ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നത്. നോക്കാം നമുക്ക്. A-ന്ന് ഒരു ഡാറ്റ നെറ്റ്വർക്കിലുള്ള ഡാറ്റ B എന്നുള്ള നെറ്റ്വർക്ക് സെയിം നെറ്റ്വർക്കിലുള്ള ഡിവൈസിലേക്ക് എനിക്ക് അയക്കണം. അപ്പോൾ ആദ്യം A-ൻ്റെ ഇത് ഉണ്ടാവും. ഓരോ ഡിവൈസിനും ഈ 7 ലെയേഴ്സ് ഉണ്ടാവും. നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഓരോ ഡിവൈസിനും 7 ലെയേഴ്സ് ഉണ്ടാവും. A-ക്കും B-ക്കും 7 ലെയേഴ്സ് ഉണ്ട്. ആദ്യം 7 ലെയേഴ്സിൻ്റെ പേര് നിങ്ങൾ നോക്കുക. ഏറ്റവും ലോവസ്റ്റ് ലെവൽ ലെയർ 1 എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്. തൊട്ട് മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ,
പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് 7th ലെയർ ആപ്ലിക്കേഷൻ ലെയർ. സോ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ലെയർ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. ഏറ്റവും ടോപ്പിൽ ഏതാണെന്നുള്ളതും അതിൻ്റെ താഴെ ഏതാ അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് ലെയർ ആയിട്ട് ഫിസിക്കൽ ലെയർ വരെയുള്ള ഈ ഒരു ലെയർ ആർക്കിടെക്ചറിൻ്റെ 7 ലെയേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ഇനി അങ്ങോട്ടുള്ള നെറ്റ്വർക്കിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേസിലാണ്. അപ്പം ഓരോ ലെയറും അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഏതിന് ശേഷമാണ്, ഏതിന് മുന്നെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അപ്പം ഇത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കണം. ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. അതേപോലെ നമുക്കറിയാം ഓരോ ലെയറിൻ്റെ ആർക്കിടെക്ചറിൻ്റെ എടുക്കും ഓരോ ലെയറിൻ്റെ ഇടയ്ക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട് അല്ലേ. 7th ലെയർ പ്രോട്ടോക്കോൾ, 6th ലെയർ പ്രോട്ടോക്കോൾ. അത് നമ്മൾ ലെയർ ആർക്കിടെക്ചറിൽ നേരത്തെ ഒരു 5 ലെയറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എന്ന് ബിയിലേക്ക് ഡാറ്റ അയക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എൻ്റെ ആപ്ലിക്കേഷൻ ലെയറിന് അത് നേരെ പ്രസൻറ്റേഷൻ ലെയറിലേക്ക് പോകും. അപ്പോൾ അവിടെ ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം പ്രസൻറ്റേഷൻ ലെയർ കുറച്ച് ഫംഗ്ഷൻസ് ചെയ്യും ആ ഡാറ്റൻ്റെ മുകളിൽ. അത് നേരെ സെഷൻ ലെയറിലേക്ക് പോകും. സെഷൻ ലെയറിൽ അവിടെ വെച്ചിട്ട് കുറച്ച് ഫംഗ്ഷൻസ് നടക്കും. ദെൻ അത് നേരെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകും. അതുകൊണ്ട് കുറച്ച് ഓപ്പറേഷൻസും കാര്യങ്ങളും നടക്കും. ഡാറ്റയുടെ മുകളിൽ സെൻഡ് ചെയ്യാനുള്ള ഡാറ്റ നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകും. അവിടെ വേറെ ഓപ്പറേഷൻ റൂട്ടിങ് കാര്യങ്ങൾ പോലെ ഓപ്പറേഷൻ നടത്തും. ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോകും. അവിടുന്ന് ഫിസിക്കൽ ലെയറിലേക്ക് പോകും. ദെൻ ഫിസിക്കൽ മീഡിയത്തിൽ നിന്ന് നേരെ ഇതാണ് ഫിസിക്കൽ മീഡിയം, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയം, അതിലൂടെ പോകും. എന്നിട്ട് ഇത് ഓരോ ഇൻ്റർമീഡിയറ്റ് നോഡിൻ്റെയും ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും നെറ്റ്വർക്ക് ലെയർ വരെ പോകും. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പം അതിനറിയാൻ പറ്റും ഇതല്ല എൻ്റെ ഡെസ്റ്റിനേഷൻ ഡിവൈസ്. സോ അത് നേരെ തിരിച്ച് നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്കിൽ, ഫിസിക്കൽ ലെയർ അങ്ങനെ പോയി തൊട്ടടുത്ത് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ എത്തി. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ എത്തുമ്പോൾ അതറിയും അതിൻ്റെ അഡ്രസ്സ് എല്ലാം തിരിച്ച് വരും. ദെൻ ഡിവൈസ് ബിയിൽ, അത് അവിടേക്കാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ആയിട്ട് അവിടെ പോകുമ്പോൾ ഫിസിക്കൽ ലെയറിലെത്തും. അവിടുന്ന് ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, അങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ ഒരു ട്രാൻസാക്ഷനിൽ ട്രാൻസ്ഫറിങ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ലെയർ ആർക്കിടെക്ചറിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് ഈ 7 ലെയേഴ്സ് ഓരോ ഡിവൈസിലുണ്ട്. ആ 7 ലെയേഴ്സിൻ്റെ ഈ പേര് ഇതേ ഓർഡറിൽ തന്നെ നല്ല പോകണം ഓർത്ത് വെക്കുക. ഓക്കെ. സോ ആൻ എക്സ്ചേഞ്ച് യൂസിങ് OSI മോഡൽ. ഒരു OSI മോഡലിൽ ഡാറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഡിവൈസിലേക്കാണ് നിങ്ങൾക്ക് ഡാറ്റ പോകേണ്ടത്. സോ ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡാറ്റയും ഒരു ഹെഡർ മാത്രമേ ഉള്ളൂ. അത് തൊട്ട് താഴെയുള്ള സെഷൻ ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയറിലേക്ക് എത്തുമ്പം ഏതാണ് ഡാറ്റ 6th ലെയർ അല്ലേ. പ്രസൻറ്റേഷൻ ലെയർ ഇത് ആപ്ലിക്കേഷൻ ലെയറാണ്. പ്രസൻറ്റേഷൻ ലെയറിൽ എത്തുമ്പം അവിടെ കുറച്ച് ഡാറ്റൻ്റെ കൂടെ എന്തോ ഓപ്പറേഷൻ അത് ഡാറ്റൻ്റെ കൂടെ ഒരു ഹെഡറൊക്കെ ആഡ് ചെയ്യുന്നു. ഇത് താഴേക്ക് വരും. ഡാറ്റയിൽ എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു അല്ലേ. സെഷൻ ലെയർ എത്തുമ്പോൾ ഡാറ്റ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുന്നു, ഹെഡർ ആഡ് ചെയ്യുന്നു, അങ്ങനെ പോയിട്ട് ഓരോ ലെയർ കഴിയുമ്പോഴും അതിന് കാണാം ഡാറ്റയുടെ കൂടെ എന്തോ ഒന്നും ആഡ് ചെയ്യുന്നുണ്ട് അവിടെ. ദെൻ ഏറ്റവും താഴെയുള്ള ലെയറിലെത്തുമ്പം D1 എത്തും, ഫിസിക്കൽ ലെയർ എത്തുമ്പം ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ബൈനറി ഫോർമാറ്റിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക ഇൻ ഫിസിക്കൽ ഫോമിൽ. ഫിസിക്കൽ ലെയറിൽ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ് ഫിസിക്കൽ ലെയർ. ദെൻ ഇവിടുന്ന് നേരെ അത് ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ പോയി. ട്രാൻസ്മിഷൻ മീഡിയം നിങ്ങൾക്കറിയാം അല്ലേ. ഗൈഡഡ് ഉണ്ട്, അൺഗൈഡഡ് ഉണ്ട് അല്ലേ. ഗൈഡഡ് മീൻസ് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്, കോയാക്സിയൽ കേബിൾ ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതാണ് ഓൾറെഡി. അതേപോലെ അൺഗൈഡഡ് ആണെങ്കിൽ മൈക്രോവേവ് ട്രാൻസ്മിഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ട് അങ്ങനെയുണ്ട് അല്ലേ. വയർഡും വയർലെസ്സും ആയിട്ടുള്ള മീഡിയം. അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയം വഴി നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ദെൻ റിസീവർ എൻഡിലെ ഏറ്റവും ഫിസിക്കലിലെത്തുമ്പോൾ അത് ബൈനറിയിൽ തന്നെ ആയിരിക്കും. ഇവിടെ എന്താണ് നമ്മൾ ഈ കോഡ് അടിച്ച ബൈനറി ഫോർമാറ്റ് എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ദെൻ ഓരോ ലെയറിലും മുകളിലേക്ക് പോകുമ്പോൾ ഡാറ്റയിൽ മുകളിൽ ആ പെർട്ടിക്കുലർ ലെയർ നടക്കുന്ന ഓപ്പറേഷൻ നടന്ന് ഡാറ്റ അവസാനം ഫിസിക്കൽ ലെയറിൽ എത്തിയിട്ടാണ് ആ ഡിവൈസിലേക്ക് യൂസർക്ക് കാണാൻ പറ്റുന്നത്. സോ യൂസർ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ലെയർ ആയിട്ടുള്ള 7th ലെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയറാണ്. അത് സെൻഡിങ് ഡിവൈസിലാണെങ്കിലും ശരി, റിസീവിങ് ഡിവൈസിലാണെങ്കിലും ശരി. ഓക്കെ. സോ ഇങ്ങനെയാണ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഈ ഡാറ്റ ഓരോ ലെയറിൽ വെച്ചിട്ടും എന്ത് ഓപ്പറേഷൻ നടക്കുന്നു, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ബ്രീഫായിട്ട് ഈ ഭാഗത്ത് ഇന്നത്തെ ക്ലാസ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളുമാണ് ബാക്കിയുള്ള 2, 3, 4 ഈ 3 മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് OSI മോഡൽ. ദ OSI മോഡൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ലെയർ അല്ലെങ്കിൽ 2 പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഈ 7 ലെയറിന് തിരിക്കാൻ പറ്റും. അപ്പർ ലെയറും അതേപോലെ ലോവർ ലെയറും. OSI മോഡലിൽ നമുക്ക് 2 പാർട്ടാണ്. അപ്പർ ലെയർ പാർട്സും, അതായത് കുറച്ച് ലെയേഴ്സിന് നമ്മൾ അപ്പർ ലെയേഴ്സ് എന്ന് പറയും, കുറച്ച് ലെയേഴ്സ് നമ്മൾ ലോവർ ലെയേഴ്സ് എന്ന് പറയും. കാരണം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ഈ 4 ലെയറെയാണ് നമ്മൾ അപ്പർ ലെയറാക്കി കാൽക്കുലേറ്റ് ചെയ്തത്. അതിൻ്റെ പേര് ഇതാണ് അപ്പർ ലെയർ. ഈ 4 എണ്ണം. അത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഹോസ്റ്റ്.
അതേപോലെ നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഏറ്റവും താഴെയുള്ള 3 ലെയറാണ് ലോവർ ലെയർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഓഫ് ദി നെറ്റ്വർക്ക്. എന്തിനാണ് അങ്ങനെ തിരിക്കാൻ നോക്കുക? അപ്പർ ലെയർ മീൻസ് ദ അപ്പർ ലെയർ ഓഫ് ദി OSI മോഡൽ മെയിൻലി ഡീൽസ് വിത്ത് ദി application related issues and they are implemented only in the software. So application related ആയിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്യാനാണ് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാനുമാണ് ഈ അപ്പർ ലെയേഴ്സ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ ഉള്ളത്. ഓക്കെ, സോ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത് സോഫ്റ്റ്വെയറിൽ മാത്രമാണ്. അവിടെ ഹാർഡ്വെയർസ് ഒന്നുമില്ല. ഈ മുകളിലുള്ള 4 ലെയറും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്തത് സോഫ്റ്റ്വെയർസിൽ മാത്രമാണ്, ആ ലെയർ എല്ലാം. ദി അപ്ലിക്കേഷൻ ലെയർ ഈസ് ദി ക്ലോസസ്റ്റ് ടു ദി എൻഡ് യൂസർ. നിങ്ങൾക്കറിയാം ഏറ്റവും ടോപ്പിൽ ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. അതാണ് യൂസർക്ക് യൂസർ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ എപ്പോഴും എന്താണ്? അപ്ലിക്കേഷൻ ലെയറാണ്. ബോത്ത് ദി എൻഡ് യൂസർ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ ഇൻട്രാക്ട് വിത്ത് ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻ ലെയറിലുള്ള സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായിട്ട് ആരൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്? അപ്ലിക്കേഷൻ ലെയറും അതേപോലെ എൻഡ് യൂസേഴ്സും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ദ ലോവർ ലെയർ എന്ന് പറഞ്ഞാൽ ദ ലോവർ ലെയർ ഓഫ് ദി OSI മോഡൽ ഡീൽസ് വിത്ത് ദി ഡാറ്റ ട്രാൻസ്പോർട്ട് ഇഷ്യൂ. അല്ലേ, മുകളിൽ ഡീൽ ചെയ്യുന്ന അപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ അല്ലേ, താഴെയുള്ള ലെവൽ അതായത് ലോവർ ലെയർ ഡീൽ ചെയ്യുന്ന എന്തിനാണ്? ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസിനെ ഡീൽ ചെയ്യാനാണ് ഈ ലോവർ 3 ലെയർ. അതായത് നെറ്റ്വർക്ക് ലെയറും ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും. ആ താഴെയുള്ള 3 ലെയറാണ് ലോവർ ലെയർ. അത് മെയിൻലി ഡീൽ വിത്ത് ഡാറ്റ ട്രാൻസ്പോർട്ട് ഇഷ്യൂസ്. ദ ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ദി ഫിസിക്കൽ ലെയർ ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സോ ഡാറ്റ ലിങ്ക് ലെയറും അതേപോലെ ഫിസിക്കൽ ലെയറും ഏറ്റവും ലോവസ്റ്റ് 2 ലെയേഴ്സാണ്. അത് എന്തിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ഇൻ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഫിസിക്കൽ ലെയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഇൻ ദ OSI മോഡൽ ആൻഡ് ഈസ് ക്ലോസസ്റ്റ് ടു ദി ഫിസിക്കൽ മീഡിയം. നിങ്ങൾക്കറിയാം ഏറ്റവും താഴെയുള്ള ലെയറാണ് എന്ത്? ഫിസിക്കൽ ലെയർ. അതാണ് നിങ്ങളുടെ ഫിസിക്കൽ മീഡിയം. അതായത് ഡാറ്റ ശരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. ആ മീഡിയമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നത് ഇത് ലെയർ മാത്രമാണ്, ഫിസിക്കൽ മീഡിയം മാത്രമാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ലെയർ മാത്രമാണ്. The physical layer is mainly responsible for placing the information on the physical medium. അതായത് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ആ ഫിസിക്കൽ മീഡിയത്തിലേക്ക്, അത് വയർഡ് ആവാം, ഗൈഡഡ് ആവാം, അൺഗൈഡഡ് ആവാം, അതിലേതാണെങ്കിലും അതിലേക്ക് വെക്കുന്നത് ആരാണ്? ഈ ഫിസിക്കൽ ലെയറാണ്. സോ ഇതാണ് ഫങ്ഷൻസ് ഓഫ് ദി OSI ലെയർ. അതായത് വളരെ ബ്രോഡായിട്ട് OSI മോഡലിലെ 7 ലെയേഴ്സിൻ്റെയും ഫങ്ഷൻസ് ഒറ്റ സെൻറ്റൻസിൽ മാത്രം പറയുകയാണെങ്കിൽ ഇതാണ്. വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഓരോ ലെയറിനുണ്ട്. പക്ഷേ ഓരോ ലെയറിൻ്റെയും ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഫങ്ഷൻസിനെ മാത്രം ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഇതിന് താഴെയുള്ള ഫിസിക്കൽ ലെയർ നോക്കാം നമുക്ക്. ഇറ്റ് പ്രൊവൈഡ് എ ഫിസിക്കൽ മീഡിയം ത്രൂ വിച്ച് ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ്. സോ ഫിസിക്കൽ ലെയറിൻ്റെ ഒരുപാട് ഫങ്ഷനിൽ ഒരു ഫങ്ഷനാണ് എന്ത്? ഡാറ്റ ഫിസിക്കൽ മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ഡാറ്റ അയക്കുക, അതാണ് ഇതിൻ്റെ ഡ്യൂട്ടി. തൊട്ട് മുകളിലുള്ള ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? It is used for error-free transfer of data frame. So ഡാറ്റ അയക്കുന്നതിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, കറക്റ്റ് ചെയ്യുക. അതായത് എറർ ഫ്രീ ഡാറ്റ ട്രാൻസ്ഫർ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മെയിൻ ഡ്യൂട്ടി ഫങ്ഷൻ, എറർ ഫ്രീ ഡാറ്റ ട്രാൻസ്ഫർ. ഇനി നെറ്റ്വർക്ക് ലെയർ, അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ദ പാക്കറ്റ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. റൂട്ടിംഗ് എന്ന് പറയും അല്ലേ. അതായത് ഒരു സോഴ്സ് നിന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴി എങ്ങനെയാണ് പാക്കറ്റ്സ് പോകേണ്ടത്. പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റ് ആക്കി മാറ്റും. അതിനാണ് നമ്മൾ പാക്കറ്റ്സ് എന്ന് പറയാം. സോ പാക്കറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഇൻ നെറ്റ്വർക്ക്, അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അത് ഏത് റൂട്ട് വഴി പോകണം, നെറ്റ്വർക്കിൽ എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്, നെറ്റ്വർക്ക് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടി, ഇറ്റ് പ്രൊവൈഡ് റിലയബിൾ മെസ്സേജ് ഡെലിവറി ഫ്രം പ്രോസസ് ടു പ്രോസസ്. അതായത് റിലയബിൾ ആയിട്ടുള്ള മെസ്സേജ് ഡെലിവറിയാണ് ഫ്രം പ്രോസസ് ടു പ്രോസസ്. ദെൻ സെഷൻ ലെയറിൻ്റെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് ടെർമിനേറ്റ് ദ സെഷൻ. അതായത് എ ബി തമ്മിൽ ഡാറ്റ അയക്കണമെങ്കിൽ അത് തമ്മിൽ ആദ്യം ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, മാനേജ് ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യുക. അതാണ് സെഷൻ ലെയറിൻ്റെ ഡ്യൂട്ടി. ദെൻ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഡ്യൂട്ടി, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ. അതായത് ഡാറ്റ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ഹ്യൂമൻ റീഡബിൾ ഫോമിൽ നിന്ന് മെഷീൻ റീഡബിൾ ഫോമിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കംപ്രസ് ചെയ്യുക, അതായത് ഡാറ്റൻ്റെ സൈസ് കംപ്രസ് ചെയ്ത് വെക്കുക. അതായത് എൻക്രിപ്ഷൻ, ഡാറ്റ എന്തെങ്കിലും എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാവുന്ന രീതിയിൽ നിന്ന് ഡാറ്റ ഇൻമീഡിയറ്റ്, അതായത് അത് കിട്ടേണ്ട ആൾക്കല്ലാത്ത വേറെ കിട്ടിക്കഴിഞ്ഞാൽ
ഡാറ്റ വായിക്കാൻ പറ്റരുത്. നിങ്ങൾക്കറിയാം നിങ്ങളെ വാട്സാപ്പിലൊക്കെ ചാറ്റൊക്കെ എൻക്രിപ്റ്റഡ് ഫോമിലാണ് പോകുന്നത്. അതായത് നിങ്ങൾ അയക്കുന്ന ആൾക്കോ നിങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നേരെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ബിറ്റ്വീൻ ആരെങ്കിലും കണ്ടാൽ അത് അവർക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുക. അങ്ങനെ ഡാറ്റ എൻക്രിപ്ഷൻ ആണ് ഇത് പറയുന്നത്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് 5th മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കും, ഡാറ്റ എൻക്രിപ്ഷനും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് പ്രസൻറ്റേഷൻ ലെയറിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ദെൻ ഏറ്റവും ടോപ്പ് ലെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പോവുക. ദിസ് ലെയർ ഈസ് പ്രൊവൈഡ് ദ സർവീസ് ടു ദ യൂസർ. അതായത് യൂസർക്ക് വേണ്ട സർവീസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഇതാണ് മെയിനായിട്ട് ഈ ഓരോ ലെയർ എടുത്താലും ഉള്ള 7 ലെയേഴ്സിൻ്റെയും മെയിൻ ഫങ്ഷനാലിറ്റീസ് മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്താലുള്ള സാധനം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ലെയറും കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് ബ്രീഫായിട്ട് നോക്കും എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദി OSI മോഡലിൽ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് ലെയർ ആയിട്ട് ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷനാലിറ്റീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഫിസിക്കൽ ലെയർ നിങ്ങൾക്കറിയാം. ഇപ്പം ഈ ഫിഗറിൽ ഇത് സെൻറ്റർ ഡിവൈസിൻ്റെ ഫിസിക്കൽ ലെയറാണ്. 2 ഡിവൈസ് ഉണ്ട്, എയും ബിയും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സെൻറ്റർ, അതായത് ഡാറ്റ അയക്കുന്ന ആളുടെയാണ്, ഇത് റിസീവ് ചെയ്യുന്നതാണ്. ആരോ മാർക്ക് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. സോ ഫിസിക്കൽ ലെയർ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ബൈനറി ഫോമിലുണ്ടാവുക. നമുക്കറിയാം ബൈനറി ഫോമിലാണ് ഫിസിക്കൽ ലെയർ ഡാറ്റ ഉണ്ടാവുക. സോ ഫിസിക്കൽ ലെയറിലേക്ക് ഡാറ്റ എത്തുന്നത് സെൻറ്ററിൽ എവിടെ നിന്നാണ്? ഡാറ്റ ലിങ്ക് ലെയർ അല്ലേ. ഡാറ്റ ലിങ്ക് ലെയർ നിന്നാണ് ഡാറ്റ എവിടേക്ക് വരുന്നത്? ഫിസിക്കൽ ലെയർ. അത് നേരെ എവിടേക്ക് വെക്കും? ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് വെക്കും. അതൊന്ന് ട്രാൻസ്മിഷൻ മീഡിയം വഴി ഏതാണോ ഡെസ്റ്റിനേഷൻ അവിടേക്ക് പോകും. അതിൻ്റെ ഫിസിക്കൽ ലെയറിലേക്ക് ഡാറ്റ അതേ ബൈനറി ഫോമിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് നേരെ എവിടേക്ക് മാറ്റും? ആ റിസീവർ എൻഡിലെ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് മാറ്റും. ഇതാണ് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ദ മെയിൻ ഫങ്ഷനാലിറ്റി ഓഫ് ദ ഫിസിക്കൽ ലെയർ ഈസ് ടു ട്രാൻസ്മിറ്റ് ദ ഇൻഡിവിജ്വൽ ബിറ്റ്സ് അല്ലേ. അവിടെ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഫ്രം വൺ നോഡ് ടു അനദർ നോഡ്. It is the lowest layer in the OSI model. It establishes, maintain and deactivate the physical connection. Physical connection, അതായത് 2 ഡിവൈസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ അത് തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഫിസിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അത് ആവശ്യം കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ചെയ്യുക. ഇതെല്ലാം ഇതിൻ്റെ ഡ്യൂട്ടിയാണ്, ഈ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് സ്പെസിഫൈ ദ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്രൊസീജിയർ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്പെസിഫിക്കേഷൻ. Then functions of a physical layers, line configuration. നേരത്തെ പറഞ്ഞതാണ്. It defines the way how 2 or more devices can be connected physically. Physically അതിൻ്റെ കണക്ഷൻ, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ഡിവൈസിൻ്റെ കണക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ലൈൻ കോൺഫിഗറേഷൻ. ഡാറ്റ ട്രാൻസ്മിഷൻ, അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. It defines the transmission mode, whether it is simplex, half duplex, full duplex mode between the 2 devices on the network. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് സിംപ്ലെക്സും ഹാഫ് ഡുപ്ലെക്സും ഫുൾ ഡുപ്ലെക്സും അല്ലേ. സോ ഈ ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ഡാറ്റ പോകുന്നത് ഏത് മോഡിലാണെന്നുള്ളത് തീരുമാനിക്കുക. അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ മോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ ടോപ്പോളജി, അതായത് നെറ്റ്വർക്കിലെ ഡിവൈസിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നതാണ് ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി അല്ലേ, റിംഗ് ടോപ്പോളജി, ബസ് ടോപ്പോളജി, ഒരുപാട് ടോപ്പോളജീസ് ഉണ്ട്. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ട് വിചാരിക്കുന്നു. സോ ഏതാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഫിസിക്കൽ ലെയറിൻ്റെ ഫംഗ്ഷനാണ്. ദെൻ സിഗ്നൽ, അതായത് ഡാറ്റ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് അയക്കണം. സോ ആ ഡാറ്റ പോകുന്നത് സിഗ്നലിൻ്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? ഈ ഫിസിക്കൽ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഫിസിക്കൽ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഹബ്ബ്, റിപ്പീറ്റർ, മോഡം, കേബിൾസ്. ഇതെല്ലാം ഫിസിക്കൽ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. ദെൻ ഫിസിക്കൽ ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ആണ് RS-232, ATM, FDDI. ഇതെല്ലാം ഫിസിക്കൽ ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ദെൻ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. സോ നിങ്ങൾക്കറിയാം ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഫിസിക്കൽ ലെയർ ഉണ്ടാവും, അതിൻ്റെ മുകളിലായിട്ട് നെറ്റ്വർക്ക് ലെയർ ഉണ്ടാവും അല്ലേ. മുകളിൽ നെറ്റ്വർക്ക് ലെയറും ഇത് താഴെ ഫിസിക്കൽ ലെയറും. സോ ഇത് സെൻറ്റർ സൈഡാണ്, ഇത് റിസീവർ സൈഡിലെ ഡിവൈസാണ്. ആരോ മാർക്ക് നോക്കി നിങ്ങൾക്കറിയാം. സോ സെൻറ്റർ സൈഡിൽ നെറ്റ്വർക്ക് ഡിവൈസ് എന്നതിൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡാറ്റ വരും. അതാണ് ലെയർ 3 ഡാറ്റ എന്ന് പറഞ്ഞാൽ L3 ഡാറ്റ. അത് നേരെ എവിടേക്ക് വരും? ഈ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വിടും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഡാറ്റയുടെ മുകളിൽ ഒരു T2, അതായത് ട്രെയിലർ എന്ന് പറയും. അതേപോലെ ഒരു H2 ഹെഡർ അറ്റ് സെക്കൻഡ് ലെയർ എന്നാണ് H2 മീൻ ചെയ്യുന്നത്. സോ ഒരു ഹെഡറും ട്രെയിലറും ആഡ് ചെയ്യും. ഹെഡർ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും, പക്ഷേ ട്രെയിലർ ആഡ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ ട്രെയിലർ എന്തിനാണെന്ന് വെച്ചാൽ
ഡാറ്റ അയക്കുമ്പം അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു 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 മെക്കാനിസം ഉണ്ട്. സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മെക്കാനിസം ഉണ്ട്. അത് വെച്ചിട്ട് ആ എറർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ബിറ്റ്സും കാര്യങ്ങളുമാണ് ഈ ഭാഗത്ത് T2 എന്നുള്ള ഭാഗത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. വയ്യെ പറയും. ദെൻ അതും നേരെ ഡിവൈസ് ഫിസിക്കൽ മീഡിയത്തിലേക്ക് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫിസിക്കൽ ലെയറിലേക്ക് പോകും. അതേപോലെ റിസീവർ എൻഡിൽ ഡാറ്റ വരുന്ന എവിടെ നിന്നാണ്? ഫിസിക്കൽ ലെയറിൽ നിന്ന് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വരും. റിവേഴ്സ് ഓപ്പറേഷനാണ് സെൻഡറിൻ്റെ ഭാഗത്തല്ല, അതിന്ന് നേരെ നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകും. ഇങ്ങനെയാണ് ഡാറ്റയുടെ ഫ്ലോ. ഓക്കെ. സോ ദിസ് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എറർ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ദി ഡാറ്റ ഫ്രെയിം. സോ എറർ ഫ്രീ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഈ എറർ ഫ്രീ എന്നുള്ള വേർഡ് ഓർത്ത് വെക്കുക. കാരണം നേരത്തെ കണ്ടു നിങ്ങളുടെ ആ ഫിഗറിലെ ഒരു T എന്നുള്ള ഭാഗം കണ്ടു, ട്രെയിലർ. അത് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ട്രെയിലറും കൂടെ നമ്മൾ ഡാറ്റയുടെ കൂടെ ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിഫൈൻസ് ദ ഫോർമാറ്റ് ഓഫ് ദി ഡാറ്റ ഓൺ ദി നെറ്റ്വർക്ക്. It provides a reliable and efficient communication between two or more devices. So reliable അതേപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. കാരണം എറർ ഫ്രീ ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ കണ്ടെത്താനും ഡിറ്റക്ട് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉപയോഗിക്കുന്നത് ഈ ഒരു ലെയർ വെച്ചിട്ടാണ്. സോ ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഈച്ച് ഡിവൈസ് ദാറ്റ് റിസൈഡ് ഓൺ എ ലോക്കൽ നെറ്റ്വർക്ക്. സോ അതിൻ്റെ മെയിൻ വേറെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഈച്ച് ഡിവൈസ്. അതൊരു നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് 2 സബ് ലെയേഴ്സ്. ലോജിക്കൽ ലിങ്ക് control layer. It is responsible for transferring the packet network layer of the receiver that is receiving. So receiver സൈഡിൽ നെറ്റ്വർക്ക് ലെയറിന്ന് ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്നാണ് നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ പോകുന്നത്. ആ ട്രാൻസ്ഫർ നടത്താനാണ് ഇതിൻ്റെ ഒരു ഭാഗം. രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്ന് റിസീവർ സൈഡ് ആകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നെറ്റ്വർക്ക് ലെയറിന് ഡാറ്റ ലിങ്ക് ലെയറിന് നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകാൻ. അത് റിസീവർ എൻഡിലാണ്. ഓക്കെ. സോ ഇറ്റ് ഡിഫൈൻസ് ദ അഡ്രസ് ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ ഫ്രം ദി ഹെഡർ. സോ ഹെഡറിന് അതിൻ്റെ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് ഡിഫൈൻ ചെയ്ത് കൊടുക്കും, ഐഡൻറ്റിഫൈ ചെയ്യും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ മീൻസ് അത് ഓവർഫ്ലോ ഇല്ലാതെ ഡാറ്റ ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ രണ്ടാമത്തെ ലെയറാണ് മീഡിയം ആക്സസ് കൺട്രോൾ ലെയർ. മീഡിയ ആക്സസ് കൺട്രോൾ MAC ലെയർ എന്ന് പറയും. ഓക്കെ. A media access control layer is a link between the logical link control layer and the network's physical layer. So physical ലെയറും നെറ്റ്വർക്ക് ലെയറും തമ്മിലുള്ള ലിങ്ക് കണ്ടെത്തുന്നതാണ് ഈ MAC ലെയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് ദ പാക്കറ്റ് ഓവർ ദി നെറ്റ്വർക്ക്. സോ നെറ്റ്വർക്കിലൂടെ ഡാറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു MAC അഡ്രസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക, ഏത് ഡിവൈസിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആ ഡിവൈസ് ഉപയോഗിക്കുന്നത് ഈ ഒരു ലെയറിൽ ഈ MAC അഡ്രസ് എന്നുള്ള മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. സോ ഫങ്ഷൻസ് ഓഫ് ദി ഡാറ്റ ലിങ്ക് ലെയർ ഒന്ന് ഫ്രെയിമിംഗ് ആണ്, ഫ്രെയിംസ് ആക്കി മാറ്റുക അല്ലേ. ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ലേറ്റ് ദ ഫിസിക്കൽ റോ ബിറ്റ് സ്ട്രീം ഇൻ ടു പാക്കറ്റ്സ് നോൺ ആസ് ഫ്രെയിംസ്. സോ ഇവിടെ ഡാറ്റയുടെ ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കി മാറ്റും. ആ പാക്കറ്റ്സിന് പറയുന്ന പേരാണ് ഫ്രെയിംസ്. അപ്പം ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ് ആയിരുന്നു. ഡാറ്റ ലിങ്ക് ലെയറിൽ ഇപ്പോൾ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഫ്രെയിംസ് ആയി. ഓർത്ത് വെക്കുക, ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാറുണ്ട്, ഫ്രെയിംസ്. ദ ഡാറ്റ ലിങ്ക് ലെയർ ആഡ്സ് ദ ഹെഡർ ആൻഡ് ട്രെയിലർ ടു ദ ഫ്രെയിം അല്ലേ. ഒരു പാക്കറ്റ്സിന് ഹെഡറും ട്രെയിലറും ആഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഫ്രെയിമിംഗ് എന്നുള്ള പ്രോസസ്സിലാണ്. ദി ഹെഡർ which is added to the frame contain the hardware destination and source address അല്ലേ. ആ ഒരു ഫ്രെയിമിന് ഹെഡറും ട്രെയിലറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹെഡറിൽ എന്താ ഉണ്ടാവുക? സോഴ്സ് അഡ്രസ്സും അതേപോലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും. ഇതാണ് ഈ ഫ്രെയിമിൻ്റെ ഒരു ഫോർമാറ്റ്. ഹെഡർ ഇവിടെയാണ് സോഴ്സ് അഡ്രസ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാക്കുക. അതേപോലെ പാക്കറ്റ്സ് എന്നാൽ എന്താണോ നമുക്ക് അയക്കേണ്ട ഡാറ്റ അതിൻ്റെ ചെറിയൊരു പോർഷനാണ്. ദെൻ ട്രെയിലർ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? എറർ കറക്ഷൻ അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷനും വേണ്ടിയിട്ടാണ്. ഡാറ്റ നെറ്റ്വർക്കിലൂടെ പോകുമ്പോൾ ചിലപ്പം തെറ്റുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബിറ്റ് മാറിയാൽ അത് ഡാറ്റയിൽ തന്നെ മാറ്റം ഉണ്ടാവും. സോ ആ എറേഴ്സ് കണ്ടെത്താനും കാര്യങ്ങൾക്കാണ് ഈ ട്രെയിലർ ഉപയോഗിക്കുന്നത്. സോ ഫിസിക്കൽ അഡ്രസ്സിങ് ഇത് മൂന്നാമത്തെ ഫംഗ്ഷനാണ്, ഫിസിക്കൽ അഡ്രസ്സിങ്. ദ ഡാറ്റ ലിങ്ക് ലെയർ ആഡ്സ് എ ഹെഡർ ടു ദ ഫ്രെയിം ദാറ്റ് കണ്ടെയ്ൻ ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രെയിമിങ്ങിൻ്റെ ഭാഗത്ത് പറഞ്ഞു അവിടെ ഹെഡർ ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഹെഡർ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അതിലാണ് നമ്മൾ എന്തുള്ളത്, എവിടേക്കാണ് ഈ പർട്ടിക്കുലർ പാക്കറ്റ് പോകേണ്ടത്. നമ്മൾ ഒരു ലെറ്ററേക്കും ടു അഡ്രസ്സ് എഴുതുന്ന പോലെ ഈ പർട്ടിക്കുലർ പാക്കറ്റ് എവിടേക്ക് പോകണം തീരുമാനിക്കുന്നത് ഈ ഹെഡറിലാണ്.
So the frame is is transmitted to the destination address mentioned in the header. So header നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഫ്രെയിം ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പൊക്കോളും. ദെൻ ഫ്ലോ കൺട്രോൾ ഇതിൻ്റെ വേറെ ഫംഗ്ഷനാണ്. ഫ്ലോ കൺട്രോൾ ഈസ് മെയിൻ functionality of the data link layer. It is the technique through which the constant data rate is maintained on the both side. അതായത് ഡാറ്റ എയും ബിയും രണ്ട് ഡിവൈസ് ഉണ്ട്, അതിൻ്റെ സ്പീഡ് ചിലപ്പം വേരിയിങ് ആയിരിക്കും. ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെയുള്ള ഡാറ്റയുടെ ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ എത്ര ഡാറ്റ റിസീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതൊരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഡാറ്റ മിസ്സാവാതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസത്തിനാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ടെക്നിക് ത്രൂ വിച്ച് ദ കോൺസ്റ്റൻറ്റ് ഡാറ്റ റേറ്റ് ഈസ് മെയിൻറ്റെയിൻ ഓൺ ദി ബോത്ത് സൈഡ്. ചിലപ്പം ഒരു ഡിവൈസ് എ നിന്ന് ബിയിലേക്ക് ഡാറ്റ അയക്കണം, എ ചിലപ്പം ഫാസ്റ്റായിട്ട് ഡാറ്റ അയക്കുന്ന ആളായിരിക്കും, ബി ചിലപ്പോൾ എന്തെങ്കിലും സ്ലോ ആയിരിക്കും. സോ എൻ്റെ സ്പീഡിലേക്കാണെങ്കിൽ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ഡാറ്റ കിട്ടാൻ ചാൻസ് ഇല്ല. ചില ഡാറ്റ എന്തായി പോവും, മിസ്സായി പോവും, കാരണം ഡാറ്റ റേറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ബീൻ്റെ ഡാറ്റ റേറ്റിലാണ് ഡാറ്റ അയക്കുന്നെങ്കിലോ എൻ്റെ അപ്പോൾ എന്ത് ചെയ്യും, ഡാറ്റ സ്പീഡ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബീൻ്റെ ലെവലിലേക്ക് എത്തും. സോ ബീൻ്റെ അതേ ലെവലിൽ എ ഡാറ്റ അയക്കുകയാണെങ്കിൽ ഡാറ്റ മിസ്സാവാതെ നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഈ ഫ്ലോ കൺട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ ദാറ്റ് നോ ഡാറ്റ ഗെറ്റ് കറപ്റ്റഡ്. ഇറ്റ് എൻഷുർ ദാറ്റ് ദ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ സച്ച് ആസ് എ സർവർ വിത്ത് ഹയർ പ്രോസസ്സിംഗ് സ്പീഡ് ഡസ് നോട്ട് എക്സീഡ് ദ റിസീവിംഗ് സ്റ്റേഷൻ വിത്ത് ലോവർ പ്രോസസ്സിംഗ് സ്പീഡ്. അതാണ് പറഞ്ഞത്, സ്പീഡ് വേരിയേഷനുള്ള രണ്ട് ഡിവൈസ് തമ്മിൽ ഡാറ്റ അയക്കുമ്പം ആ സ്പീഡ് വേരിയേഷൻ ഡാറ്റ ലോസ് ആവാനുള്ള കാരണമാക്കാതെ നമ്മളത് എന്ത് ചെയ്യും, ഫ്ലോ കൺട്രോൾ ചെയ്ത് വെക്കും. അതാണ് ഇതിൻ്റെ ഒരു വേറെ ഫംഗ്ഷനാണ് എറർ കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പം മെയിൻ ഫംഗ്ഷനായിട്ട് ഡാറ്റ ലിങ്ക് എന്ന് പറഞ്ഞതാണെന്ത്, എറർ കൺട്രോൾ അല്ലേ. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ആഡിങ് കാൽക്കുലേറ്റഡ് വാല്യൂ CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അവിടെ പ്രോബ്ലം അടക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം CRC ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് പേസ്ഡ് ടു ദ ഡാറ്റ ലിങ്ക് ലെയേഴ്സ് ട്രെയിലർ അല്ലേ. ഫ്രെയിമിന് നമ്മൾ ട്രെയിലർ എന്നുള്ളൊരു ഭാഗം ആഡ് ചെയ്യുന്നുണ്ട്, ആ ട്രെയിലർ നമ്മളൊരു CRC ആഡ് ചെയ്യും. സോ which is added to the message frame before it is sent the physical layer. So നമ്മൾ ഫിസിക്കൽ ലെയർക്ക് ഡാറ്റ അയക്കുന്നതിന് മുമ്പ് ട്രെയിലറിൽ നമ്മൾ CRC ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ആക്ച്വലി, അത് എറർ കറക്റ്റ് ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ ആണ്. അത് നമ്മൾ ട്രെയിലറിൽ വെക്കും ഫ്രെയിമിൽ, എന്നിട്ടാണ് അത് ഫിസിക്കൽ ലെയറിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. So if any error seems to occur, then the receiver sends an acknowledgement for the retransmission of the corrupted frame. So എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ ട്രെയിലറിലെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവർ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം റിസീവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യാൻ പറ്റും, ആ പർട്ടിക്കുലർ ഡാറ്റ കറപ്റ്റ് ആയിട്ടുണ്ട്, അത് റീട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ അയക്കാൻ പറ്റും. സോ നമുക്ക് അവിടെ എറർ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദിസ് ട്രെയിലറിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഈ CRC മെക്കാനിസം വെച്ചിട്ട്. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് CRC മെക്കാനിസം എന്താണെന്നുള്ളത് നമ്മൾ പറയും. ദെൻ ആക്സസ് കൺട്രോൾ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ. When two or more devices are connected to the same communication channel, then the data link layer protocol are used to determine which device has control over the link at a given time. അതായത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ആർക്കാണ് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കേണ്ടത്, അത് തീരുമാനിക്കുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഒരുപാട് പേർക്ക് ഒരേ സമയത്ത് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡാറ്റ കൊളൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ, കൊളൈഡ് ചെയ്ത് ക്രാക്ക് ആവാൻ അല്ലെങ്കിൽ അത് കറപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറ്റ് എ പർട്ടിക്കുലർ സമയത്ത് നെറ്റ്വർക്കിലുള്ള ഒരാൾ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് കൊളിഷൻ ഒഴിവാക്കണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആർക്ക് പർട്ടിക്കുലർ ഡിവൈസിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ആക്സസിങ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയറാണ്. സോ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഡിവൈസുകളാണ് സ്വിച്ചസ്, അതേപോലെ ബ്രിഡ്ജ്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ് HDLC, SDLC, VSC ആൻഡ് LAP. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക നിങ്ങൾ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പറയും എന്തായാലും. ഓക്കെ, സോ മൂന്നാമത്തെ ലെയർ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷൻസ് നോക്കാം നമുക്കിനി. സോ നെറ്റ്വർക്ക് ലെയർ നമുക്കറിയാം, തൊട്ട് മുകളിൽ ട്രാൻസ്പോർട്ട് ലെയർ ആണുള്ളത്, തൊട്ട് താഴെ ഡാറ്റ ലിങ്ക് ലെയർ ആണ് അല്ലേ. ഇപ്പം സെൻറ്റർ സൈഡാണിത്, ഇത് റിസീവർ സൈഡിൽ ആരാമർക്ക് നോക്കിയാൽ നമുക്ക് കാണാം. സോ നെറ്റ്വർക്ക് ലെയർ ഡാറ്റ സെൻറ്റർ സൈഡിൽ ഡാറ്റ വരുന്നത് എവിടെ നിന്നാണ്, ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ്. അതേപോലെ ഡാറ്റ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോക്കുന്നത് സെൻഡ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലേക്കാണ്. അതേപോലെ അതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷനാണ് ഈ റിസീവർ എൻഡിൽ അല്ലേ. റിസീവർ എൻഡിൽ നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതേപോലെ ഇവിടുന്ന് ഡാറ്റ പോകുന്നത് എവിടേക്കാണ്, ട്രാൻസ്പോർട്ട് ലെയറിലേക്കാണ്. സോ അത് നേരെ ഓപ്പോസിറ്റ് സെൻറ്റർ റിസീവർ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. ഓക്കെ, ഇതാണ് അതിൻ്റെ
ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രം, എങ്ങനെയാണ് ഡാറ്റ പോകുന്നത് എന്നുള്ള ഡയഗ്രം കാണിക്കുന്നത്. ഓക്കെ, so it is the layer 3 that manage device addressing, track the location of the device on the network. സോ ഡിവൈസ് അഡ്രസ്സ് കൊടുക്കുക, അതേപോലെ ഒരു പെർട്ടിക്കുലർ ഡിവൈസിൻ്റെ ലൊക്കേഷൻ നമുക്ക് നെറ്റ്വർക്കിൽ എവിടെയാണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ, ട്രാക്ക് ചെയ്യാനൊക്കെ ഈ പെർട്ടിക്കുലർ ഡിവൈസാണ് അത് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. So it determines the best path to move data from source to destination based on the network conditions, the priority of the service and other factors. So അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനാലിറ്റി. അതായത് ഒരു എ നിന്നും ബിയിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ നെറ്റ്വർക്കിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാകും, ഒരുപാട് വയറും കേബിൾസും ഒക്കെ ഡയറക്ഷൻസൊക്കെ ഉണ്ടാകും. അപ്പം എ നിന്ന് ബിയിലേക്ക് ഏത് റൂട്ട് വഴി പോകണം അത് തീരുമാനിക്കുന്ന ആരാണ്? ഈ നെറ്റ്വർക്ക് ലെയറാണ്. അത് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ കണ്ടീഷൻ, ട്രാഫിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയർ പാത്ത് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു പാക്കറ്റ്സ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോകേണ്ട പാത്ത് ഏത് വഴിക്ക് പോയിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ലെയറാണ്. അത് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, the network layer is responsible for routing and forwarding the packets. Routers are layer 3 devices. So routers and device are layer 3 devices. They are specified in this layer and used to provide the routing service within the internet network. So ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് റൂട്ടിംഗ്, അതായത് ഓരോ പാക്കറ്റ്സും ഏത് വഴിയെ പോകണം, ഏത് വഴിക്ക് പോയിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഡിവൈസാണ് എന്ത്? റൗട്ടേഴ്സ് അല്ലെങ്കിൽ റൂട്ടേഴ്സ് എന്ന് പറയും. The protocol used to route the network traffic are known as network layer protocol. Examples of network layer protocol: IP, Internet Protocol, and IPv6, Internet Protocol version 6. So ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. Then ഫങ്ഷനിലേക്ക് പോകാൻ നമുക്ക്. ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ലെയേഴ്സ്. ഫസ്റ്റ് വൺ, ഇൻ്റർ നെറ്റ്വർക്കിംഗ്. അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. And inter networking is the main responsibility of the network layer. It provide a logical connection between different devices. അല്ലേ, ഇൻ്റർ കണക്ഷൻസ് ഉണ്ടാക്കുക, നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക അല്ലേ, അതാണ് ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ഡിവൈസുകൾ തമ്മിലൊരു ലോജിക്കൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ അഡ്രസ്സിങ്. എ നെറ്റ്വർക്ക് ലെയർ ആഡ് ദി സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ടു ദ ഹെഡർ ഓഫ് ദ ഫ്രെയിം. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മെയിൻ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ പാക്കറ്റ്സ് ആക്കി മാറ്റുന്നുണ്ട് ഇവിടെ. ആ പാക്കറ്റിന് നമ്മൾ സോഴ്സും ഡെസ്റ്റിനേഷനും അഡ്രസ്സ് കൊടുക്കുന്ന ആരാണ്? ഈ നെറ്റ്വർക്ക് ലെയറാണ്. അതാണ് ഇതിനെ അഡ്രസ്സിങ് എന്നുള്ളതൊരു മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. അഡ്രസ്സിങ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഓൺ ദി ഇൻ്റർനെറ്റ്. സോ ഡിവൈസിൽ നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഈ അഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ദെൻ റൂട്ടിംഗ് ഇതിൻ്റെ വേറൊരു ഫംഗ്ഷനാണ്. നെറ്റ്വർക്ക് ലെയറിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് റൂട്ടിംഗ്. ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഇസ് എ മേജർ കോമ്പോണൻറ്റ് ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ. It determines the best optimal path out of the multiple path from source to destination. അതാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരുപാട് പാത്ത് നിന്ന് ഏതെങ്കിലും ഒരു പാത്ത് നമ്മൾ ചൂസ് ചെയ്യും അല്ലേ. ഈ ബെസ്റ്റ് പാത്ത്, അതായത് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബെസ്റ്റ് പാത്ത് നമ്മൾ ചൂസ് ചെയ്യും. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇപ്പം ക്യാൻറ്റീനിലേക്ക് ഒരുപാട് റൂട്ടുകളുണ്ടാവും. നിങ്ങളതിൽ എന്ത് ചെയ്യും? ഒരു ബെസ്റ്റ് റൂട്ടാണ് നിങ്ങൾ സ്യൂട്ട് ചെയ്യുക അല്ലേ, സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെയാണിത്. ഡാറ്റ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് നെറ്റ്വർക്കിൽ ഒരുപാട് പാത്തുകളുണ്ടാകും. അതിൽ ബെസ്റ്റ് പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫംഗ്ഷനാണെന്ത്? പാക്കറ്റൈസിങ്. എ നെറ്റ്വർക്ക് ലെയർ റിസീവ്സ് ദ ഡാറ്റ ഫ്രം അപ്പർ ലെയർ ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു പാക്കറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും? പാക്കറ്റ്സ് ആക്കി, അതായത് ചെറിയ ചെറിയ യൂണിറ്റ് ആക്കി മാറ്റും. അതിനാണ് നമ്മൾ പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പാക്കറ്റൈസിങ്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ദി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. സോ IP എന്നുള്ള പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്കറ്റൈസേഷൻ നടത്തുന്നത്. ദെൻ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് റൗട്ടേഴ്സ്. ഓൾറെഡി പറഞ്ഞതാണ് റൗട്ടേഴ്സ്. പ്രോട്ടോക്കോൾസ് IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ARP, RARP, റിവേഴ്സ് അഡ്രസ്സിംഗ് പ്രോട്ടോക്കോൾ ICMP, അതേപോലെ IGMP. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും എല്ലാം. ഓക്കെ, ദെൻ നാലാമത്തെ ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. നമുക്കറിയാം, ട്രാൻസ്പോർട്ട് ലെയറിന് തൊട്ട് മുകളിൽ സെഷൻ ലെയറാണ്, തൊട്ട് താഴെ നെറ്റ്വർക്ക് ലെയറാണ്. സോ സെൻറ്ററിന് സെൻറ്റർ സൈഡ് എടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത്? സെഷൻ ലെയറിൽ നിന്ന് വരും. അതേപോലെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഡാറ്റ പോകുന്നത് എവിടേക്കാണ്? നെറ്റ്വർക്ക് ലെയറിലേക്കാണ്. അതേസമയം റിസീവർ സൈഡിൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്നാണ് ഡാറ്റ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് വരുന്നത്. അതേപോലെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റ പോകുന്നത് എവിടേക്കാണ്? സെഷൻ ലെയറിലേക്കാണ്. അത് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ, ഡാറ്റ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ ഇറ്റ് ഈസ് ദ ലെയർ ഫ്ലോ എൻഷ്യൂർ ദാറ്റ്
Messages are transmitted in the order in which they are sent, and there is no duplication of data. അതായത് മെസ്സേജ് നമ്മൾ ഒരുപാട് അല്ലേ അയക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് റിസീവർ സൈഡിലേക്ക് എത്തുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ആരാണ്? ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അതുപോലെ നമ്മൾ അയച്ച ഡാറ്റയിൽ ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല, അതായത് ഒരേ ഡാറ്റ 2-3 പ്രാവശ്യം അയച്ചിട്ടില്ല. ഇതെല്ലാം എൻഷുർ ചെയ്യുന്നത് ആരാണ്? ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. The main responsibility of the transport layer is to transfer the data completely. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിൻ ഡ്യൂട്ടി. It receives the data from the upper layer and convert them into smaller unit known as segments. ഡാറ്റ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് മുകളിലെ ലെയർ ആയിട്ടുള്ള അല്ലേ സെഷൻ ലെയർ നമുക്ക് കിട്ടുന്ന ഡാറ്റ നമ്മൾ അതെന്ത് ചെയ്യും? സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് സെഗ്മെൻറ്റ്സ് ആണ് അല്ലേ. നെറ്റ്വർക്ക് ലെയറിൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ് ആണ്. അതുപോലെ ഡാറ്റ ലിങ്ക് ലെയറിൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ഫ്രെയിംസ്, ആൻഡ് ഏറ്റവും താഴെയുള്ള ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ്. അത് ഓർത്ത് വെക്കണം നിങ്ങൾ. ഓക്കെ, സോ അപ്പർ ലെയറിന് ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ യൂണിറ്റ് ആക്കി മാറ്റും. ആ യൂണിറ്റ് പറഞ്ഞ പേരാണ് സെഗ്മെൻറ്റ്. സോ ട്രാൻസ്പോർട്ട് ലെയറിൽ ഡാറ്റ സെഗ്മെൻറ്റ്സിൻ്റെ ഫോമാണ് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ലെയർ ക്യാൻ ബി ടേംസ് ആസ് എൻഡ് ടു എൻഡ് ലെയർ. ഈ പേരുകളൊന്ന് ഓർത്ത് വെക്കണം, കാരണം ചില സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. സോ ആസ് ഇറ്റ് പ്രൊവൈഡ് എ point to point connection between source and destination to deliver the data reliably. The two protocols used in this layer are TCP എന്ന് പറയും, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്, ദെൻ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഒന്ന് വയർഡ് ആണ്, ഒന്ന് വയർലെസ് ആണ്. ഓക്കെ, എന്താണ് TCP നോക്കാം. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ദാറ്റ് അലോസ് ദ സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഒരു പ്രോട്ടോക്കോളാണ്, നെറ്റ്വർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ് എന്ത്? TCP. ഇറ്റ് ഈസ് എ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. ഓക്കെ, ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ എ കണക്ഷൻ ബിറ്റ്വീൻ ഹോസ്റ്റ്. ഇതോർത്ത് വെക്കുക, സെൻഡറും റിസീവറും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും ആദ്യം ആര്? TCP എന്നുള്ള പ്രോട്ടോക്കോൾ. വെൻ ഡാറ്റ ഈസ് സെൻഡ് ഓവർ ദ TCP കണക്ഷൻ, ദ TCP പ്രോട്ടോക്കോൾ ഡിവൈഡ് ദ ഡാറ്റ ഇൻ ടു സ്മോളർ യൂണിറ്റ് നോൺ ആസ് സെഗ്മെൻറ്റ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റുന്നുണ്ട്. Each segment travel over the internet using multiple routes and they arriving in different order at the destination. ഒരുപാട് റൂട്ടിൽ പോയി കഴിഞ്ഞിട്ട് അത് റിസീവർ സെഷനിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഡിഫറെൻറ്റ് റൂട്ടിലൂടെ പോകുമ്പോൾ ചിലപ്പം എത്തുന്ന ഓർഡർ അല്ലേ 1, 2, 3 അങ്ങനെ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പം എത്തുന്നത് 3, 2, 1 ഒക്കെ ഓർഡറിലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലാക്കിയാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണോ ഡാറ്റ സെൻഡ് ചെയ്തത് അത് തന്നെ കിട്ടുള്ളൂ. സോ the transmission control protocol TCP എന്നുള്ള പ്രോട്ടോക്കോൾ എന്ത് ചെയ്യും? റീഓർഡർ ദ പാക്കറ്റ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ അറ്റ് ദി റിസീവിംഗ് എൻഡ്. സോ റിസീവിംഗ് എൻഡിൽ നമുക്ക് ഡാറ്റ ഏത് ഓർഡറിൽ കിട്ടിക്കഴിഞ്ഞാലും അതിനെ കറക്റ്റ് ഓർഡറിൽ മാറ്റുന്നത് ആരാണ്? ഈ TCP എന്നുള്ള പ്രോട്ടോക്കോളാണ്. ഇതൊക്കെയാണ് TCPയെ പറ്റി പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾസ്, ഇറ്റ് ഈസ് എ കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ എന്ന് വേണം പറയാം. ഓക്കെ, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ ഈസ് എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ. UDP is a connectionless protocol. നേരത്തെ TCP കണക്ഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇറ്റ് ഈസ് എ കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ സിൻസ് ഇറ്റ് ഈസ് ഡസ് നോട്ട് ഡിറ്റർമൈൻ ദ കണക്ഷൻ ബിഫോർ സെൻഡിങ് ഡാറ്റ. സോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡാറ്റ അയക്കുന്നതിന് മുമ്പ് സെൻഡറും റിസീവറും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ആൻ അൺറിലയബിൾ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോൾ. ആസ് ദിസ് കേസ് റിസീവർ ഡസ് നോട്ട് സെൻഡ് എനി അക്നോളജ്മെൻറ്റ് വെൻ ദി പാക്കറ്റ് ഈസ് റിസീവ്ഡ്. സോ ഇതിനെ നമ്മൾ അൺറിലയബിൾ എന്നാണ് പറയുക. TCP ഈസ് എ റിലയബിൾ പ്രോട്ടോക്കോളാണ്, പക്ഷേ UDP റിലയബിൾ അല്ല. കാരണം TCP ഒന്ന് വയേർഡ് ആണ്. അതേപോലെ അവിടെ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. അതായത് മുഴുവൻ ഓരോ ഡാറ്റ എത്തിക്കഴിഞ്ഞാലും സെഗ്മെൻറ്റ്സ് എത്തിക്കഴിഞ്ഞാലും സെൻഡർക്ക് റിസീവർ എന്ത് ചെയ്യും? ഇന്ന ഡാറ്റ കിട്ടിയെന്ന് ഒരു അക്നോളജ്മെൻറ്റ് അയക്കും. പക്ഷേ UDPയിൽ അങ്ങനെയില്ല. ട്രാൻസ്മിഷൻ ഇങ്ങനെ നടക്കും. അതായത് സെൻഡർ ഇങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യും, അത് എത്തുന്നോ ഇല്ലേ എന്നുള്ളതൊന്നും ഇവരെ കൺസേൺ അല്ല. ഓക്കെ, സോ ഇവിടെ അക്നോളജ്മെൻ്റ് ഒന്നും ആരും അയക്കുന്നില്ല, റിസീവർ സെൻഡർക്ക് അയക്കുന്നില്ല. സോ അതിനുകൊണ്ട് തന്നെ ഇതിനെ അൺറിലയബിൾ എന്നാണ് പറയുക. The sender does not wait for the acknowledgement, therefore this make protocol unreliable. But it is faster than TCP. TCPയേക്കാളും ഫാസ്റ്ററാണ്. കാരണം ഇവിടെ നമ്മൾ ഡാറ്റ അയച്ചിട്ട് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് അയച്ചിട്ട് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട? അക്നോളജ്മെൻറ്റ് അല്ലേ, റിസീവറിൽ നിന്ന് കിട്ടുന്ന അക്നോളജ്മെൻറ്റിന് വേണ്ടി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ TCP. സോ ഈ TCP UDP സാധാരണ നമ്മൾ വീഡിയോ
എയർ ചെയ്യുമ്പോഴൊക്കെ വീഡിയോ നമ്മൾ കാണാനൊക്കെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് സാധാരണ UDP അല്ലെങ്കിൽ വീഡിയോ കോളിനൊക്കെ ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയാം പാക്കറ്റ്സിലൊന്നും ചെറിയ മാറ്റം അല്ലെങ്കിൽ ഓർഡറിൽ ചെറിയ വ്യത്യാസമോ അല്ലെങ്കിൽ എററോ സംഭവിച്ചാൽ വലിയ കുഴപ്പമില്ല, കാരണം വീഡിയോ ഒന്നും അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല. സോ UDP സാധാരണ നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങിനൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയേഴ്സ്. ഒന്ന് സർവീസ് പോയിൻ്റ് അഡ്രസ്. The transport layer adds the header that contains the address known as service point address or port address. So port address add ചെയ്യുന്നവരാണ് ഈ transport layer ആണ്. The responsibility of the network layer is to transmit the data from one computer to another computer, and the responsibility of the transport layer is to transmit the message to the correct process. Message correct ആയിട്ട് പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി. ഓക്കെ. ദെൻ സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെഗ്മെൻറ്റേഷൻ എന്നാൽ വലിയ ഡാറ്റനെ പിടിച്ച് ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുക അല്ലേ. വെൻ ഇറ്റ് റിസീവ് ദ മെസ്സേജ് ഫ്രം ദി അപ്പർ ലെയർ, അതായത് സെഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, വി ഡിവൈഡ് ദ മെസ്സേജ് ഇൻ ടു മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ആൻഡ് അസൈൻ യുണീക്ക് സീക്വൻസ് നമ്പർ. സോ സെഷൻ ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സെഗ്മെൻ്റ് ആക്കി മാറ്റും, അതിന് യുണീക്ക് ആയിട്ടൊരു സീക്വൻസ് നമ്പറും കൊടുക്കും. കാരണം നമുക്ക് കറക്റ്റ് ഓർഡറിൽ റിസീവർ സൈഡിൽ നമുക്കത് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതിന് നമ്മളതൊരു സീക്വൻസ് ഓർ നമ്പറും കൊടുക്കുന്നുണ്ട്. When the messages has arrived at the destination, then the transport layer reassemble the message based on their sequence number. Next, connection control. Next function ആണ്. Transport layer provide two services, connection oriented service and connectionless service. എന്ന് പറഞ്ഞില്ല, TCP UDP ആണത്. Connectionless service means it treats each segment as individual packets, and they are all travel different routes to reach the destinations. Connection oriented ആണെങ്കിൽ make a connection with the transport layer at the destination machine before delivering packets. So packets അയക്കുന്നതിന് മുമ്പ് ഒരു കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും നമ്മൾ. ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ഓൾ പാക്കറ്റ്സ് ട്രാവൽ ദി സിംഗിൾ റൂട്ട്. കാരണം കണക്ഷൻ ഉണ്ടാക്കിയ വഴിക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പാക്കറ്റ്സ് ഇവിടെ മൂവ് ചെയ്യുന്നുള്ളൂ. ദെൻ ഫ്ലോ കൺട്രോൾ. The transport layer also responsible for flow control, but it is performed end to end rather than across the single link. നമ്മളിവിടെ ഫ്ലോ കൺട്രോൾ എൻഡ് ടു എൻഡ് ഫ്ലോ കൺട്രോൾ ആണ് അവർ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാക്കിയുള്ള മുഴുവൻ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ്. ദെൻ എറർ കൺട്രോളും ഇവിടെയുണ്ട്. എറർ കൺട്രോൾ ഈസ് പെർഫോംഡ് എൻഡ് ടു എൻഡ് റാദർ ദാൻ അക്രോസ് ദി സിംഗിൾ ലിങ്ക്. സോ ഇവിടെയും എറർ കൺട്രോളും അവർ ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നുണ്ട്. The sender transport layer ensures that messages reaches at the destination without any error. Then fifth layer function നോക്കാം നമുക്ക്. സെഷൻ ലെയർ ആണ് ഫിഫ്ത്ത് ലെയർ. നമുക്കറിയാം സെഷൻ ലെയറിലേക്ക് സെൻറ്റർ സൈഡ് ആണെങ്കിൽ ഡാറ്റ എവിടെ നിന്ന് വരുന്നു, പ്രസൻറ്റേഷൻ ലെയർ നേരെ ഡാറ്റ സെഷൻ ലെയറിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാം സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഓരോ പർട്ടിക്കുലർ ഇൻ്റർവെല്ലും ഒരു SYN ബ്ലാക്ക് കളർ കാണാം നിങ്ങൾ, SYN. അത് സിങ്ക്രണൈസ് ചെയ്യാനാണ്, സെഷന് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ സെഷൻ ലെയറിൽ നിന്ന് ഡാറ്റ എവിടേക്ക് പോകും, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകും. റിസീവറിൻ്റെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് ഡാറ്റയുടെ ഡയറക്ഷൻ. ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ് സെഷൻ ലെയറിലേക്ക് വരുന്നത്, അവിടെ നേരെ പ്രസൻറ്റേഷൻ ലെയറിലേക്ക് ഡാറ്റ പോകും. ഓക്കെ. സോ ഇറ്റ് ഈസ് ലെയർ 5 ഇൻ ദ OSI മോഡൽ. The session layer uses to establish, maintain and synchronize the interaction between communicating devices. So communicating device തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലേ, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, സിങ്ക്രണൈസ് ചെയ്യുക. ഈ മൂന്ന് ഡ്യൂട്ടിയും ആയിട്ടതാണ് സെഷൻ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ഫങ്ഷൻസ് ഓഫ് സെഷൻ ലെയർ. ഡയലോഗ് കൺട്രോൾ. സെഷൻ ലെയർ ആക്ട് ആസ് എ ഡയലോഗ് കൺട്രോളർ ദാറ്റ് ക്രിയേറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ ടു പ്രോസസ്സ്. സോ രണ്ട് ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ഉണ്ടാക്കുക അല്ലേ, അതാണ് ഇറ്റ് ആക്ട് ആസ് എ ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത്. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് അലോസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ് വിച്ച് ക്യാൻ ബി either half duplex or full duplex. സോ രണ്ട് മോഡ് ട്രാൻസ്മിഷൻ ആവാം. അങ്ങനെയാണെങ്കിലൊക്കെ അത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്ന ആരാണ്, ഈ സെഷൻ ലെയറാണ്. വേറൊരു ഫംഗ്ഷനാണ് സിങ്ക്രണൈസേഷൻ. നേരത്തെ ഞാൻ കാണിച്ചു, ബ്ലാക്ക് കളറിൽ ഇടയ്ക്കിടയ്ക്ക് സിങ്ക്രണൈസ് ചെയ്യുന്നുണ്ട് അവിടെ, അതായത് സിങ്ക് ചെയ്യുക, അതായത് ഒരുമിച്ച് വെക്കുക അല്ലേ. സെഷൻ ലെയർ ആഡ് സം ചെക്ക് പോയിൻറ്റ് വെൻ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ഇൻ എ സീക്വൻസ്. അവിടെ ഒരു ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. If some error occurs in the middle of the transmission of the data, then the transmission will take place again from the checkpoint. So ഓരോ ചെക്ക് പോയിൻ്റ് നമ്മൾ കൊടുക്കുന്നു, കാരണം എവിടെയെങ്കിലും ഡാറ്റ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ചെക്ക് പോയിൻറ്റ്സ് എന്നുള്ള ഡാറ്റ നമ്മൾ അയച്ചാൽ മതി അല്ലേ, അല്ലാണ്ട് തുടക്കം മുതലുള്ള ഡാറ്റ നമ്മൾ അയക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കുറച്ച് ഡാറ്റ അയക്കും, ഒരു ചെക്ക് പോയിൻ്റ് വെക്കും, കുറച്ച് ഡാറ്റ അയക്കും, ഒരു ചെക്ക് പോയിൻ്റ് എടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സായാൽ തൊട്ട് മുമ്പ് ഏതാണോ അവസാനത്തെ ചെക്ക് പോയിൻറ്റ് അതിന് ശേഷമുള്ള ഡാറ്റ മാത്രം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
This process is known as synchronization and recovery. Then സിക്സ്ത് ലെയറിലേക്ക് പോകാൻ നമുക്ക്, അതാണ് പ്രസൻറ്റേഷൻ ലെയർ. അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും നോക്കാം ബ്രീഫായിട്ട്. നമുക്കറിയാം പ്രസൻറ്റേഷൻ ലെയറിൽ സെൻറ്റർ സൈഡ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നാണ് ഡാറ്റ വരുന്നത് അല്ലേ. അവിടെ എന്തൊക്കെ നടക്കുന്ന ഇവിടെ ഓപ്പറേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻകോഡഡ്, എൻക്രിപ്റ്റഡ് ആൻഡ് കംപ്രസ്ഡ് ഡാറ്റ അല്ലേ. അത് നേരെ എവിടേക്ക് പോകും? സെഷൻ ലെയറിലേക്ക് പോകും. ഇനി റിസീവർ സൈഡ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. സെഷൻ ലെയറിൽ നിന്നാണ് ഡാറ്റ പ്രസൻറ്റേഷൻ ലെയറിലേക്ക് വരുന്നത്, അവിടെ നിന്ന് നേരെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പോകും. So a presentation layer is mainly concerned with the syntax and semantics of the information exchange between two systems. So syntaxും സെമാൻറ്റിക്സും ആയിട്ടാണ് ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ആക്ട് ആസ് എ ഡാറ്റ ട്രാൻസ്ലേറ്റർ ഫോർ എ നെറ്റ്വർക്ക്. സോ ഇവിടെ ഡാറ്റ ട്രാൻസ്ലേറ്റർ ആണ്, അതായത് യൂസറും മെഷീനും തമ്മിലുള്ള ഡാറ്റ അല്ലേ വ്യത്യാസമുണ്ട്, അവർക്ക് മനസ്സിലാവുന്ന ഡാറ്റ വ്യത്യാസമുണ്ട്. അപ്പം അതിനിടയ്ക്കുള്ള ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? ഈ പ്രസൻറ്റേഷൻ ലെയറാണ്. This layer is a part of the operating system that converts the data from one presentation format to another format. So data translate ചെയ്ത്, so it is a part of OS എന്നാണ് പറയുന്നത്. അപ്പോൾ OSൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ ഒരു പ്രസൻറ്റേഷൻ ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റുക, അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ദ പ്രസൻറ്റേഷൻ ലെയർ ഈസ് ഓൾസോ നോൺ ആസ് സിൻടാക്സ് ലെയർ. ഇതിന് വേറെ രീതിയിൽ നമ്മൾ പറയും സിൻടാക്സ് ലെയർ എന്ന് നമ്മളോട് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ. ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതേപോലെ കംപ്രസ് ചെയ്യുക. ഡാറ്റനെ കംപ്രസ് ചെയ്ത് അയക്കണം. നമ്മൾ നെറ്റ്വർക്കിലൂടെ ഡാറ്റ അയക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ കംപ്രസ് ചെയ്യാറുണ്ട് അല്ലേ, സൈസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് കംപ്രസ് ചെയ്യണം. കംപ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എൻക്രിപ്റ്റ് ചെയ്യുക, അതായത് ഡാറ്റയുടെ ഒറിജിനൽ ഫോമിൽ അയക്കാതെ വേറൊരു ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അയക്കുക. അതങ്ങനെ അയക്കുന്നത് ഏതെങ്കിലും ഹാക്കേഴ്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ എന്താണെന്നുള്ളത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ട്രാൻസ്ലേഷൻ. The process in two system exchange the information in the form of character string, numbers and so on. Different computers use a different encoding method. ഓരോ കമ്പ്യൂട്ടറിനും അതിന് എൻകോഡിങ് മെക്കാനിസം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ എല്ലാവർക്കും മനസ്സിലാവുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ദ പ്രസൻറ്റേഷൻ ലെയർ ഹാൻഡിൽ ദിസ് ഇൻ്റർ ഓപ്പറബിലിറ്റി ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് എൻകോഡിങ് മെത്തേഡ്. സോ എൻകോഡിങ് മെത്തേഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പ്രസൻറ്റേഷനിലെ ഡ്യൂട്ടിയാണ്. അതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇറ്റ് കൺവേർട്സ് ദ ഡാറ്റ ഫ്രം സെൻഡർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ് ഇൻ ടു കോമൺ ഫോർമാറ്റ് ആൻഡ് ചേഞ്ച് ദ കോമൺ ഫോർമാറ്റ് ഇൻ ടു റിസീവർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ് അറ്റ് ദി റിസീവിങ് എൻഡ് അല്ലേ. സെൻഡർ ഡാറ്റ അയക്കുമ്പം അയാളുടെ സെൻഡ് ചെയ്യുന്ന മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ ഉണ്ടാവുക. അതൊരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റി നമ്മൾ അതവിടെ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ദെൻ റിസീവർ സൈഡിൽ നിൽക്കുമ്പം കോമൺ ഫോർമാറ്റിനുള്ളത് അത് ആ പെർട്ടിക്കുലർ മെഷീന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റണം. കോമൺ ഫോർമാറ്റ് അത് വേറൊരു ട്രാൻസ്ലേഷൻ എന്നാണ്. ഇതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് വേണ്ടി മീൻ ചെയ്യുന്നത്. ദെൻ വേറൊരു ഫംഗ്ഷനാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ പ്രൈവസി. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൈവസിയിൽ ഹാക്കേഴ്സിനൊക്കെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കണ്ടൻറ്റ് എന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അത് എൻക്രിപ്റ്റ് ചെയ്യാറുണ്ട്. സോ മെയിൻലി പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് നമ്മൾ. എൻക്രിപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ സെൻഡർ ട്രാൻസ്മിറ്റഡ് ഇൻഫർമേഷൻ ഇൻ ടു അനദർ ഫോം ആൻഡ് സെൻഡ് ദ റിസൾട്ടിംഗ് മെസ്സേജ് ഓവർ ദ നെറ്റ്വർക്ക്. സോ ഞാൻ ABCD എന്നുള്ളത് സെൻഡ് ചെയ്താൽ അതിന് ചിലപ്പം ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് മാറ്റും അല്ലേ, എന്നിട്ട് അതിന് സെൻഡ് ചെയ്യും. എന്നിട്ട് റിസീവർ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? തിരിച്ച് ആ അയക്കുന്നതിന് തിരിച്ച് ഞാൻ എന്താണ് ഒറിജിനൽ ആക്കിയതിനെ പോലെ ഡീക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ കംപ്രഷൻ. ഡാറ്റ കംപ്രഷൻ ഈസ് എ പ്രോസസ് ഓഫ് കംപ്രസിങ് ദ ഡാറ്റ. നമുക്കറിയാം നെറ്റ്വർക്കിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യണം അല്ലേ. ഇറ്റ് റിഡ്യൂസസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ടു ബി ട്രാൻസ്മിറ്റഡ്. സോ സൈസ് കുറയുന്നുണ്ട് അവിടെ. ഡാറ്റ കംപ്രസ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൾട്ടിമീഡിയ സച്ച് ആസ് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോസ്. ഓഡിയോ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയക്കുമ്പം ഡാറ്റ കംപ്രസ് ചെയ്യണം, എന്നാലേ അത് എല്ലാ ഡാറ്റയും സ്പീഡായിട്ട് പോകുള്ളൂ. ഓക്കെ, കംപ്രഷനാണ് അതാണ്. ദെൻ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ഒരു ടോപ്പ് ലെയർ ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെയറാണ് അടുത്തത്. സോ അപ്ലിക്കേഷൻ ലെയർ തൊട്ട് മുകളിൽ ആരുണ്ടാവുക? യൂസർ ഉണ്ടാവും അല്ലെ. യൂസറാണ് അപ്ലിക്കേഷൻ ലെയർ ഡീൽ ചെയ്യുന്നത്. ദെൻ അപ്ലിക്കേഷൻ ലെയർ ഡാറ്റാസ് എവിടേക്ക് പോകും? പ്രസൻറ്റേഷൻ ലെയറിലേക്ക് പോകും. റിസീവറിൻ്റെ നേരെ തിരിച്ചാണ്. പ്രസൻറ്റേഷൻ ലെയറിൽ നിന്ന് അപ്ലിക്കേഷൻ ലെയറിലേക്ക് പോകും. അതാണ് ആർക്ക് കിട്ടുന്നത്? ഈ യൂസർക്ക് കിട്ടുന്നത്, ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്ക് കിട്ടുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഡാറ്റ പോകുന്ന ഡയറക്ഷൻ കാര്യങ്ങളും സെൻഡർ സൈഡിലും റിസീവർ സൈഡിലും. An application layer serves as a window for user and application process
ടു ആക്സസ് നെറ്റ്വർക്ക് സർവീസ് അല്ലേ. ഇത് യൂസർക്കും അതേപോലെ അപ്ലിക്കേഷൻസ് പ്രോസസ്സിനും അല്ലെങ്കിൽ അപ്ലിക്കേഷൻസിനും ഒക്കെ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു വിൻഡോ ആണ് എന്ത് അപ്ലിക്കേഷൻ ലെയർ. അതായത് യൂസറായിട്ടും അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ടും നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ലെയർ ഏതാണ്? അപ്ലിക്കേഷൻ ലെയറാണ്. It handles issues such as network transparency, resource allocation, etc. An application layer is not an application, but it performs the application layer's functions. This layer provides the network service to the end user. നെറ്റ്വർക്ക് സർവീസസ് എൻഡ് യൂസറിന് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ് ആണ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ നമുക്ക് അറിയാവുന്നതാണ്, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, TFT, SNP, SMP, POP അല്ലേ, ടെൽനെറ്റ്, DNS, BOOTP, DHCP ഇങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോൾസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അടുത്ത മൊഡ്യൂളുകൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ഫയൽ ട്രാൻസ്ഫർ ആക്സസ് മാനേജ്മെൻറ്റ്, FTAM അല്ലേ. An application layer allows the user to access the files in a remote computer, to retrieve the file from computer and to manage the file in a remote computer. So എവിടെയുള്ളൊരു ഫയലിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ആക്സസ് ചെയ്യുക, അതുപോലെ മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഈ ആപ്ലിക്കേഷൻ ലെയർ കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ഫയർ ഫംഗ്ഷനാണ് മെയിൽ സർവീസ്. നമുക്കറിയാം ഇമെയിൽ അയക്കുക അല്ലേ. ആൻ ആപ്ലിക്കേഷൻ ലെയർ പ്രൊവൈഡ് ദ ഫെസിലിറ്റി ഫോർ ഇമെയിൽ ഫോർവേഡിംഗ് ആൻഡ് സ്റ്റോറേജ്. ദെൻ ഡയറക്ടറി സർവീസ് ആണ് വേറൊരു ഫംഗ്ഷൻ. An application provide the distributed database sources and is used to provide that global information about various objects. സോ ഡയറക്ടറി സർവീസ് ആയിട്ട് ഇവിടെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത്രയാണ് OSIയിലെ 7 ലെയേഴ്സും അതിൻ്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഓരോ മൊഡ്യൂളിലും അടുത്ത 2, 3, 4 മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു സമ്മറി ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സമ്മറിയാണ്. ഫിസിക്കൽ ലെയർ ആണെങ്കിൽ ടു ട്രാൻസ്മിറ്റ് ബിറ്റ് ഓവർ ദ മീഡിയം അല്ലേ, ടു പ്രൊവൈഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ. ഡാറ്റ ലിങ്ക് ലെയർ ആണെങ്കിൽ ടു ഓർഗനൈസ് ബിറ്റ്സ് ഇൻ ടു ഫ്രെയിംസ്, ടു പ്രൊവൈഡ് ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി. നെറ്റ്വർക്ക് ലെയർ ആണെങ്കിൽ ടു മൂവ് പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ, ടു പ്രൊവൈഡ് ഇൻ്റർ നെറ്റ്വർക്കിംഗ്. ട്രാൻസ്പോർട്ട് ലെയർ ടു പ്രൊവൈഡ് റിലയബിൾ പ്രോസസ് ടു പ്രോസസ് മെസ്സേജ് ഡെലിവറി ആൻഡ് എറർ റിക്കവറി. സെഷൻ ലെയറിൻ്റെത് ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് ടെർമിനേറ്റ് സെഷൻ. Presentation layer ആണെങ്കിൽ to translate, encrypt and compress data. Then application layer to allow access to network resources. So ഇതാണ് ടോട്ടലായിട്ട് നമ്മുടെ ഈ 7 ലെയർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ OSI ആർക്കിടെക്ചറിൻ്റെ ടോട്ടലായിട്ടുള്ള ഓരോ ലെയറിൻ്റെയും ബ്രീഫായിട്ടുള്ള ഏരിയ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും. കുറച്ച് ലെങ്തിയാണ്. ഈ ലെയറും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ, സർഫസ് ലെവലിൽ പോയിട്ടുള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതൊക്കെ ബാക്കിയുള്ള 2, 3, 4 മൊഡ്യൂളിലായിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. ഇത് ഒരുപാട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എക്സാമിന്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തെങ്കിലും സംശയം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.